ദുരന്തർ 2 ദ റിവഞ്ച് ആബ്സല്യൂട്ട് സിനിമ പീക്ക്. ഇതിൽ താഴ്ന്നൊരു വാക്ക് പറയാൻ പറ്റില്ല ഈ പടത്തെ പറ്റി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഒന്നാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ ഡയറക്ടർ തന്നെയാണ്, ആദിത്യ ഡാർ. പുള്ളിക്കാരൻ തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നതും റൈറ്റ് ചെയ്തേക്കുന്നത്. പുള്ളിക്കാരൻ ഇത് കൺസീവ് ചെയ്തേക്കുന്ന രീതിയിലാണ്. 4 മണിക്കൂറുണ്ട്. ഫസ്റ്റ് പടം 3.5 മണിക്കൂറുണ്ട്. ഈ ദുരന്തർ 2 3:55, അതായത് 4 മണിക്കൂർ. ഇത് ഒരു സെക്കൻഡ് പോലും ഞാൻ ഫോണോ വാച്ചിലോട്ടോ നോക്കിയിട്ടില്ല. അത്രയ്ക്ക് എൻഗേജിങ് ആയിരുന്നു. ഒരു സെക്കൻഡ് പോലും ലാഗില്ലായിരുന്നു. അത്രയ്ക്ക് ടൈറ്റ് ആയിരുന്നു സ്ക്രീൻ പ്ലേയും അതിൻ്റെ കൂടെ മേക്കിങ്ങും വിഷ്വൽസും എല്ലാം പീക്കായിരുന്നു. സെക്കൻഡ് പോസിറ്റീവ്, ടെക്നിക്കൽ വൈസ് ടോപ്പ് നോച്ച്. ടെക്നിക്കൽ പരിപാടീസ് അടിപൊളിയാണ്. ഇത് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് എന്ന് പറയാൻ. സെക്കൻഡ് തിങ്, ഇതിൻ്റെ വിഷ്വൽ പരിപാടിയും മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം. ഇതിൻ്റെ ടെക്നിക്കൽ വൈസ് ടോപ്പ് നോച്ചാണ്, ടോപ്പ് നോച്ച് ക്വാളിറ്റി. 4K ഡോൾബി അറ്റ്മോസിൽ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാൻ വകയുള്ളൊരു ഫിലിമാണ് ദുരന്തർ 2. മൂന്നാമത്തെ പോസിറ്റീവ് പെർഫോമൻസസ് ആണ്. രൺവീർ സിംഗ്, പുള്ളിക്കാരൻ്റെ 1 man ഷോ ആയിരുന്നു പടം. ഫസ്റ്റ് പാർട്ടി അക്ഷയ് ഖന്നയും സഞ്ജയ് ദത്തുമാണ് ആ കൈയടി ഏറ്റവും കൂടുതൽ രൺവീർ സിംഗിനെക്കാട്ട് കൊണ്ടുപോയത്. പക്ഷേ ഈ പാർട്ടി, സെക്കൻഡ് പാർട്ടി, ഏറ്റവും കൂടുതൽ കൈയടി കൊണ്ടുപോയത് രൺവീർ സിംഗും മാധവനുമായിരുന്നു. മാധവൻ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ സീൻസിനും കൈയടിയായിരുന്നു. അമ്മാതിരി പക്ക പാക്ഡ് ആയിരുന്നു. അടുത്ത പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ പടത്തിൻ്റെ ഗ്രൗണ്ടഡ് നേച്ചർ തന്നെയാണ്. ഓവർ ദ ടോപ്പ് പരിപാടി എനിക്ക് ഈ പടത്തിൽ ഫീൽ ചെയ്തേയില്ല. ഈ പറന്നടിക്കുന്ന പരിപാടിയും പിന്നെ ഭയങ്കര ഹീറോയുടെ കുറേ മാസ് പരിപാടി അങ്ങനെ ഒരു ഫീൽ തോന്നിയില്ല. ഇതിനകത്ത് ഹീറോ തന്നെ, അതായത് ഹംസ അലി, രൺവീർ സിംഗിൻ്റെ ക്യാരക്ടർ, അത് തന്നെ പുള്ളിക്കാരൻ തന്നെ ഭയങ്കര ഗ്രൗണ്ടഡാണ്. പുള്ളിക്കാരൻ തെറ്റ് പറ്റുന്നുണ്ട്, ഗിൽറ്റ് ഫീൽ അടിക്കുന്നുണ്ട്, റിഗ്രറ്റ് അടിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഇത് എന്ത് ചെയ്യും എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് വരുന്നുണ്ട്. ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു. അല്ലാതെ ഞാൻ ഇടിക്കും ബാക്കിയെല്ലാം തെറിച്ചും ആ പരിപാടിയല്ല. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നി ഫൈറ്റ്. പിന്നെ ഭയങ്കര ബ്രൂട്ടലാണ്. എനിക്ക് ബ്രൂട്ടൽ വയലൻസസ് കാണാനും ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്കിത് ഭയങ്കര വർക്കായിരുന്നു. ആൻഡ് നെഗറ്റീവ്സ്, എനിക്ക് ഒരു അക്ഷയ് ഖന്നെ പോലെ ഒരു മൈറ്റി വില്ലൻ, മണ്ണിൽ കണ്ട ഒരു മൈറ്റി വില്ലൻ ഷെയ്ഡ് എനിക്കിവിടെ കിട്ടിയില്ല. കാരണം റഹ്മാൻ ദക്കീറിനെ കൊന്ന ആൾക്ക് ഇനി ആരെ വേണേലും ഡിഫീറ്റ് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് വന്നു. കാരണം അക്ഷയ് ഖന്നയുടെ ക്യാരക്ടർ അത്രയ്ക്ക് പവർഫുള്ളായിട്ട് തോന്നി ഫസ്റ്റ് പാർട്ടി. സെക്കൻഡ് പാർട്ടി എനിക്ക് ആ ഒരു മൈറ്റി വില്ലനെ മിസ് ചെയ്തു, ആ ഒരു ഫീൽ മിസ് ചെയ്തു. അല്ലാതെ വേറെ നെഗറ്റീവ്സായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് ഫിലിമാണ്. ഇറ്റ്സ് എൻ എ റേറ്റഡ് ഫിലിം. പിന്നെ നല്ല വയലൻസ് ഉള്ള പടമാണ്. നല്ല വയലൻസ് എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് കാണിക്കുന്നുണ്ട്, തലവെട്ടും കാര്യങ്ങളെല്ലാം. സോ വയലൻസ് ഇഷ്ടമില്ലാത്തവർ ആ പരിസരത്തോട്ടേ പോകണ്ട. പിന്നെ ദുരന്തർ 1 കണ്ടവരായിരിക്കും 2 കാണാൻ പോകുന്നത്. സോ അവർക്ക് ആ ഒരു ജോണറും ആ ഒരു സ്റ്റൈലിങ് അറിയാം. എന്നാലും പറയാണ്, ആ ഒരു ആക്ഷൻ ഭയങ്കര വയലൻസാണ്. ആൻഡ് വയലൻസ് അത്ര ഇഷ്ടമുള്ളവർക്കും പിന്നെ ആക്ഷൻ ഡ്രാമ പരിപാടി ഇഷ്ടമുള്ളവർക്കും ആക്ഷൻ ഡ്രാമ ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പടം കാണാം. ഇറ്റ്സ് എ ബെസ്റ്റ് വാച്ച് ആൻഡ് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദിസ്, ഈ പടത്തിനെ പറ്റി കുറേ പേര് ഇതിൻ്റെ പൊളിറ്റിക്സിനെ പറ്റി പറയുന്നുണ്ട്. ഇത് ഭയങ്കര പ്രോപ്പഗൻഡയായിട്ട് ഉണ്ടാക്കി. പക്ഷേ എനിക്ക് ആ ഡയറക്ടർ ഉദ്ദേശിച്ച പുള്ളിക്കാരൻ്റെ പൊളിറ്റിക്സാണ്, പുള്ളിക്കാരൻ്റെ ഐഡിയാസാണ്. എനിക്കത് എഫക്റ്റ് ആവുന്നില്ല. ആസ് എ ഫിലിം ഐ എൻജോയ്ഡ് എ ലോട്ട്. അത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്, നിങ്ങളുടെ വേറെയാവും. ബട്ട് ആസ് എ ഫിലിം എനിക്ക് ഓക്കെ. ആൻഡ് ഇതിൻ്റെ പൊളിറ്റിക്സിനെ പറ്റി ഒന്നും ഞാൻ കൂടുതൽ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ കേരള സ്റ്റോറി ആണെങ്കിൽ അപ്പോൾ എന്താ കേരള സ്റ്റോറിക്ക് എന്താണെന്ന് വെച്ചാൽ, കേരള സ്റ്റോറി അങ്ങനെയല്ല. നമ്മളെ ഫുള്ളി ഡിഫെയിം ചെയ്ത്, അതായത് സ്വന്തം നാട്ടിൽ തന്നെ ഒന്ന് നമുക്കിട്ട് തന്നെ, ലൈക്ക് ഒരു രാജ്യത്ത് തന്നെ, ഇന്ത്യയിൽ തന്നെ ഉള്ളൊരു നമ്മുടെ സ്ഥലത്തെ കുറ്റം പറഞ്ഞ ആസ് എ കേരളയിട്ട് അത് ഭയങ്കര ഡിഫെയിമിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഇത് പക്ഷേ അങ്ങനെയല്ല. ആസ് എ ഫിലിം ഇറ്റ് വർക്ക്ഡ്. ദുരന്തർ വർക്ക്ഡ് ഫോർ മീ. ആൻഡ് പറ്റുമെങ്കിൽ ഒന്നുകൂടെ കാണണമെന്ന് തോന്നുന്നുണ്ട്. 4 മണിക്കൂറുണ്ട്, എന്നാലും ഒന്നുകൂടെ കാണണമെന്നൊരു ഫീൽ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് എ റിവ്യൂ ഫോർ ദുരന്തർ ദ റിവഞ്ച്. അപ്പം വേറൊരു വീഡിയോ കാണാം. ബൈ.